കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നജീബ് കഴിക്കേ. അതെ, ഞാനൊരു അച്ഛനാവാൻ പോവാ. കഴിക്കേ. ശരി സർ. മോളെ, അച്ഛനാണ് ഇത് എഴുതുന്നത്. ഞാനും അമ്മയും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വീണ്ടും ഒരു കത്തെഴുതി വെച്ച് ഇറങ്ങിപ്പോയെന്ന് മോള് കരുതരുത്. ഞങ്ങൾ പോകുന്ന കാര്യം പറയുമ്പോൾ മോള് വിഷമിച്ചു നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി നോക്കിയത്. മോള് ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ വന്ന് മോളെ കൊണ്ടുപോയിക്കൊള്ളാം. സ്നേഹത്തോടെ അച്ഛൻ. അച്ഛാ, എന്താ മോളെ ഇത്? അയ്യോ, ഇങ്ങനെ ഓടി പടിയൊന്നും ഇറങ്ങി വരരുത്. എന്താ അച്ഛാ ഇത്? എന്താ ഇതിന്റെ അർത്ഥം? അച്ഛനമ്മ എവിടെ പോകുന്നു? ഈ രാത്രി ഇവിടുന്ന് ഇറങ്ങി പോകാനും മാത്രം എന്താ സംഭവിച്ചത്? അയ്യോ മോളെ, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. അവിടെ പോയിട്ട് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴാ ഓർത്തത്. മോളുടെ വിശേഷം അറിഞ്ഞപ്പോ അതൊക്കെ അങ്ങ് മറന്നു. അതെ മോളെ, നിന്റെ കണ്ണീര് കണ്ടോണ്ട് പോണ്ടാന്ന് കരുതിയാ ഞങ്ങൾ പറയാതെ ഇറങ്ങിയത്. മാത്രമല്ല, മാറി ഉടുക്കാനുള്ള തുണി കൃഷ്ണയെ വിളിച്ചു പറഞ്ഞ് അവളത് ഓട്ടോക്കാരന്റെ കൈ കൊടുത്തുവിട്ടത് മോളും കണ്ടതല്ലേ. അവള് കൊടുത്തുവിട്ടതോ ദാ ഓരോ ജോഡി മാത്രം. എന്താവശ്യമായാലും എന്നോടൊപ്പം 1-2 ദിവസം കൂടി നിന്നിട്ട് പോയാ മതി. അയ്യോ മോളെ, അതിന് നീ വാശി പിടിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ ഇവിടെ വന്നോളാം. ഇനി കുറച്ചു മാസം കൂടി കഴിഞ്ഞാ മോളെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഉണ്ടാവൂലോ. അത് മാത്രമല്ല മോളെ, രേഖാമാരത്തിന്റെ അമ്മയൊക്കെ ഇവിടെ ഉള്ളതല്ലേ. എല്ലാവരും കൂടി വന്ന് ഈ വീട്ടിൽ താമസിക്കുന്നത് മോശമാണ്. വല്ലപ്പോഴും അല്ലേ രേഖാമാരത്തിന്റെ അമ്മ വരുന്നത്. അപ്പൊ അവർക്കും ഗായത്രി അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും കാണും. രേഖാമാടം കൂടി ഗർഭിണിയായ സ്ഥിതിക്ക് അവരുടെ ബന്ധുക്കളൊക്കെ വരും. അപ്പോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മോശമാണ്. അതെ മോളെ, നിന്റെ പേര് പറഞ്ഞ് ഇവിടെ വന്ന് അധിക ദിവസം താമസിക്കുന്നത് ശരിയല്ല. മോളൊന്നുകൊണ്ട് വിഷമിക്കരുത്. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്ന അതേ സന്തോഷത്തിൽ തന്നെയാ തിരിച്ചു പോകുന്നത്.
എന്നെ പോലെ തന്നെ ഗായത്രി അമ്മ മോളെ നോക്കിക്കോളൂന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ, ഈ നേരത്ത് ഈ അവസ്ഥയില് മോള് പുറത്തൊന്നും നിക്കണ്ട, അകത്തേക്ക് ചെല്ല്. ചെല്ലു മോളെ. ആ സരോജം, ആ നീ ഒരു കട്ടൻ ചായ എടുക്ക്. ആ നീ അവിടെ നിന്നേ. നിനക്ക് മോളുടെ അടുത്തുനിന്ന് പോകുന്നതിൽ വിഷമമുണ്ടല്ലേ? അല്ലെങ്കിലും എന്നും കുന്നോടെ താമസിക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് പോന്നതിൽ എനിക്ക് വിഷമമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ വിഷമം രവി സാറിനോടും ഗായത്രി അമ്മയോടും യാത്ര പോലും പറയാൻ പറ്റിയില്ല എന്നുള്ളതാ. നമ്മള് രേഖാമാടത്തിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ഒന്നുമില്ലെങ്കിലും രാജലക്ഷ്മി അമ്മ രേഖാമാടത്തിന്റെ അമ്മയല്ലേ? അത് കേട്ട് അവർക്ക് എന്ത് വിഷമായിട്ടുണ്ടാവും? അപ്പൊ അവര് നമ്മളെ പറഞ്ഞതോ? ശരിയാണ് ശ്രീടച്ച, അവർക്കേ അല്ലെങ്കിലും വെട്ടിമുറിച്ച പോലുള്ള സംസാരാണെന്ന് നമ്മൾ അവിടെ ചെന്നപ്പോ തന്നെ മനസ്സിലായതല്ലേ. ഇനി അവര് ഗായത്രി അമ്മയുടെ ഈ വിവരം പറഞ്ഞാലേ അമ്മ എന്തു വിചാരിക്കും? അതോർത്ത് നീ പേടിക്കണ്ട. നമ്മൾ പറഞ്ഞ കാര്യം അവര് വേറെ ആരോടും പറയാൻ പോണില്ല. എടീ, അവരെ എനിക്ക് ഇപ്പോഴും നല്ല സംശയമുണ്ട്. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, അവരെപ്പോലെ ഒരു സ്ത്രീ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായ ഇതുപോലെയാണ് പ്രതികരിക്കാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അവരുടെ ഉദ്ദേശം ഇത് വേറെ ആരും അറിയാതെ പരിഹാരം കാണണമെന്നുള്ളതാണ്. നമ്മൾ അവിടുന്ന് പോരണമെന്ന് ചിലപ്പോൾ അവരാഗ്രഹിച്ചു കാണില്ല. പക്ഷെ ഈ കാര്യം അവരാരോടും പറയാൻ പോണില്ല, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ ഉറപ്പ് ഉദ്ദേശം കൂടുതലായതുകൊണ്ടാണ് ഇത്രയും കുഴപ്പമുണ്ടായത്. ആ, ഇനി അവരായി അവരുടെ പാടായി. ഇനി നമ്മളൊന്നിനും തലയിടാൻ പോകണ്ട, കേട്ടല്ലോ ചേച്ചി? ആ, നിങ്ങൾ വന്നൊന്ന് ബീന പറഞ്ഞു, അങ്ങനെ വന്ന് നോക്കാന്ന് കരുതി. നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്ങ് പോകുന്നത്? അത് പപ്പി വേറൊന്നും കൊണ്ടല്ല. അത്രയും വലിയ കൊട്ടാരത്തിൽ കിടന്നാലേ ശ്രീയുടെ അച്ഛന് ഉറക്കം വരില്ല എന്നും ഇവിടുത്തെ കൊതുകടി കൊണ്ടാലേ ഉറങ്ങാൻ പറ്റുള്ളൂന്നും. ശ്രീമോൾക്ക് അവിടെ ഒരു കുറവുമില്ല. ഗായത്രിയമ്മയും ജോലിക്കാരും രവിസാറും എല്ലാരും കൂടി അവളെ പൊന്നു പോലെയാ നോക്കുന്നത്. അത് മാത്രമല്ല, ഞാനും സരോജം അവിടെ പോയി കുറെ ദിവസം നിൽക്കുന്നത് മോശമല്ലേ പപ്പി? അതാ ഞങ്ങളിങ്ങ് പോന്നത്. ഒരു കണക്കിന് അതാ സുദർശനൻ ചേട്ടാ നല്ലത്. അകന്നിരുന്ന എപ്പോഴും സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിലും 7-ാം മാസം ശ്രീലക്ഷ്മി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ഞാനിതൊന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയി രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ശരിക്കും നിങ്ങൾ രണ്ടാളും അതുകൊണ്ട് തന്നെയാണോ ഇങ്ങ് വന്നത്? പിന്നല്ലാതെ. അതെന്താ നിനക്ക് അങ്ങനൊരു സംശയം? നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ശ്രീ എന്നെ വിളിച്ചിരുന്നു. അവളൊരു സംശയവും പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്കും ആ സംശയമുണ്ട്. അവിടെ
രേഖ മേഡത്തിന്റെ അമ്മയൊക്കെ വന്നിട്ടില്ലേ? ഇനി അവരാരെങ്കിലും വല്ലതും പറഞ്ഞോന്ന് ശ്രീക്കൊരു സംശയം. ഏയ്, ഞങ്ങളെ അവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. രേഖാമാടത്തിന്റെ അമ്മയ്ക്ക് ഞങ്ങള് ഭയങ്കര ഇഷ്ടായിരുന്നു. അവര് കൂടി പറഞ്ഞിട്ടാ ഞങ്ങൾ അവിടെ നിന്നത്. എന്നാ ശരി. മോളെ, ശ്രീമോളോട് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഞങ്ങള് വേറെ ഒന്നും കൊണ്ടല്ല അവിടുന്ന് പോന്നെന്ന്. പറയാങ്കിൾ. നീ പോയി ചായ എടുക്ക്. റേഖ, താൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ നമ്മുടെ റൂമിലൊക്കെ നോക്കി. എന്താ രഘു? താങ്ക് യു രേഖ, താങ്ക് യു വെരി മച്ച്. എന്തിന്? ഐ ബിക്കം എ ഫാദർ ആൻഡ് യു ആർ ദ റീസൺ. അതിനാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത്. ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ തന്നെ ഓടി വരേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഈ ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. താനാണ് അതിന് കാരണം. താൻ ഒരാള്. ഓഫീസിൽ നിന്ന് വന്നപ്പോ ഞാൻ കുറെ ആലോചിച്ചു. എനിക്ക് താൻ തരാൻ പോകുന്ന ഗിഫ്റ്റിന് പകരം ഞാൻ എന്താ തനിക്ക് തരേണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ വരുന്ന വഴിക്ക് ഒരു സാധനം എന്റെ കണ്ണിപ്പെട്ടു. അതുകൊണ്ട് അതിങ്ങ് വാങ്ങി. വലിയ വില കൂടിയതൊന്നും താൻ പ്രതീക്ഷിക്കരുത്. ഒരു സിമ്പിൾ സംഭവം. എന്തായാലും സാരമില്ല രഘുത. രേഖയ്ക്ക് ഇത് കാണുമ്പോ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് തനിക്ക് തരാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തനിക്ക് ഓർമ്മയില്ലേ ചേട്ടായിക്ക് ചേട്ടത്തി മുല്ലച്ചെടി ഗിഫ്റ്റായി കൊടുത്തത്? നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ ഇതിനുണ്ട്. ഇതുപോലെ സുഗന്ധമുള്ളതായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതവും. എനിക്ക് എന്ത് തോന്നുന്നു കരുതി രഘു വിഷമിക്കണ്ട. രഘു സന്തോഷത്തോടെ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ, ഇനി തന്നേക്ക്. താങ്ക് യു രേഖ, താങ്ക് യു വെരി മച്ച്. സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയാണെന്നേ. പിന്നെ ഞാൻ കുറച്ച് ഓവറാണെന്ന് രേഖയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, കുറച്ചല്ല കൂടുതൽ ഓവറാണെന്ന്. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു അറിഞ്ഞപ്പോ മുതലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഒന്ന്. രേഖ, ഇന്നാണ് ഞാൻ അഭിമാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയത്. രേഖയിൽ എനിക്കൊരു കുഞ്ഞ്. ഇതൊക്കെ സ്വപ്നമാണോ അല്ലയോ എന്ന് പോലും ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി മുതൽ ഈ രഘുചന്ദ്രവർമ്മൻ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നടക്കും. അതെല്ലാം എന്റെ ഭാര്യ കാരണമാ, താൻ കാരണം. നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഒരു കുറവും വരുത്താതെ നമുക്ക് നോക്കണം. രേഖ, രേഖയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയണം കേട്ടോ. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അപ്പോഴേ ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. രഘു, എന്താ രേഖ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും പറഞ്ഞോ. സോറി രഘു, ഐ എം എക്സ്ട്രീംലി സോറി. സോറിയോ? എന്തിന്? ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്ന രഘുവിനോട് ഇനി ഞാനത് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന മഹാപാപമായിപ്പോവും.
എന്താ രേഖ? അത് രഘു, ഞാൻ പറയാം. മോള് പറയാൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞോളാം രഘുവിനോട്. അത് വേറൊന്നുമല്ല രഘു, ഞാൻ വന്നതിന്റെ അന്ന് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് ഇവള് കുറച്ച് കടുത്ത ഭാഷയിൽ രഘുവിനോട് സംസാരിച്ചില്ലേ? പിന്നീട് അവൾക്ക് തെറ്റു മനസ്സിലായത്. അന്നു മുതൽ ഇവൾ എന്നോട് പറയാ രഘുവിനോട് മാപ്പ് പറയണോന്ന്. എന്തായാലും നീ ചെയ്തതാ മോളെ ശരി. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോന്നു അറിഞ്ഞ് ഇന്ന് തന്നെ നീ തെറ്റുകളെല്ലാം രഘുവിനോട് ഏറ്റു പറയാൻ തയ്യാറായില്ലേ? ഏയ് കൂൾ കൂൾ ഡൗൺ രേഖ. ഇനി താൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഓക്കെ? പിന്നെ എന്നോട് മോൻ ക്ഷമിക്കണം. കാര്യം അറിയാതെ ഞാനും അന്ന് എന്തൊക്കെയോ. ഏയ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നേ ഇല്ല രേഖയുടെ അമ്മേ. ഇപ്പൊ എന്റെ ആലോചന മുഴുവനും എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാ. അപ്പോ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ? ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ വരാൻ കുറച്ചുകൂടി വൈകി പോയിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? തത്തയ്ക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെ എല്ലാം ഞാൻ നിന്റെ ചെവിയിൽ ഓതി തന്നതല്ലേ? എന്നിട്ട് സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നു പറഞ്ഞതുപോലെ ഭർത്താവിനെ കണ്ടപ്പോ നീ എല്ലാം അങ്ങ് മറന്നു. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇത്രയും സന്തോഷത്തോടെ ഞാൻ രഘുവിനെ കണ്ടിട്ടില്ല. ആ മുഖത്ത് നോക്കി ഇനിയും കള്ളം പറഞ്ഞും കാണിച്ചും തീ വിഴുങ്ങി എനിക്കിനി നിൽക്കാൻ വയ്യ. രഘു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. അത് കണ്ടില്ലെന്ന് നടിച്ച് ഇനിയും എത്ര നാളും ഞാനിങ്ങനെ രഘുവിന്റെ മുന്നിൽ നിൽക്കും? കുറ്റബോധത്തോടെ അല്ലാതെ എങ്ങനെ ഞാൻ രഘുവിന്റെ മുഖത്ത് നോക്കും? ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടാകേണ്ടത് നിനക്കാ. ദേ, നമ്മൾ സത്യം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഗർഭിണിയായി കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ നേരെ എതിർദിശയിലാവും. ആ സ്നേഹം മുഴുവൻ ചെന്നടിയുന്നത് ശ്രീലക്ഷ്മിയിലേക്കും ആയിരിക്കും. അതിനർത്ഥം നീ ഈ പടിപ്പുരയ്ക്ക് പുറത്തെന്നാ. നീ ഇപ്പൊ ചിന്തിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ ഈ സന്തോഷവും കരുതലും എങ്ങനെ നിലനിർത്തൂന്ന. അതിന് നിനക്ക് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അമ്മ, ഈ വാർത്ത അവര് വിശ്വസിച്ചു എന്ന് കരുതി മുന്നോട്ട് പോകുമ്പോ ഇത് എത്രത്തോളം മറച്ചു പിടിക്കാൻ നമുക്ക് പറ്റും? ഈ ഒരു കാര്യത്തിൽ സാധ്യതകൾ ഏറെയുണ്ട് മോളെ. ആ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്ന പഴമക്കാരുടെ കാലം അല്ലിത്. എന്തായാലും നീ രാവിലെ റെഡിയാവ്, നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഹലോ, ഇതേത് ലോകത്ത്? ഞാൻ വന്നിട്ട് അറിഞ്ഞതുപോലുമില്ലല്ലോ. എന്തുപറ്റി?